നമസ്കാരം. എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 25 വർഷം തടവ് ശിക്ഷ. വെസ്റ്റേൺ ന്യൂയോർക്ക് കോടതിയാണ് വിധി പറഞ്ഞത്. 27-കാരനായ ഹാദി മദാർ ആക്രമണത്തിനും കൊലപാതക ശ്രമത്തിനും കുറ്റക്കാരനെന്ന് ജൂറി കണ്ടെത്തിയിരുന്നു. ന്യൂയോർക്കിലെ ഒരു പ്രഭാഷണ വേദിയിൽ വെച്ച് 2022 ഫെബ്രുവരിയിൽ സൽമാൻ റുഷ്ദി ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആക്രമണത്തിനിരയായ സൽമാൻ റുഷ്ദിയുടെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. റുഷ്ദിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മദാറിന് പരമാവധി 25 വർഷം തടവും അദ്ദേഹത്തോടൊപ്പം വേദിയിലുണ്ടായിരുന്ന ഒരാളെ മുറിവേൽപ്പിച്ചതിന് 7 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. ഒരേ സംഭവത്തിൽ 2 ഇരകൾക്കും പരിക്കേറ്റതിനാൽ ശിക്ഷകൾ ഒരേ സമയം അനുഭവിക്കണമെന്ന് ചൗതൗക്വ കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ജേസൺ ഷ്മിഡന്റ് അറിയിച്ചു. അക്രമിക്ക് ശിക്ഷ വിധിക്കുന്ന ദിനത്തിൽ വെസ്റ്റേൺ ന്യൂയോർക്ക് കോടതിയിൽ റുഷ്ദി കോടതിയിൽ എത്തിയിരുന്നില്ല. കേസിലെ പ്രധാന സാക്ഷി കൂടിയായിരുന്നു റുഷ്ദി. എഴുത്തുകാരുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ന്യൂയോർക്കിലെ ചൗടൗക്വ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് റുഷ്ദി ആക്രമിക്കപ്പെട്ടത്. മുഖംമൂടി ധരിച്ചെത്തിയ ആക്രമി റുഷ്ദിയുടെ ശരീരത്തിലും തലയിലും പലതവണ കുത്തിയിരുന്നു. റുഷ്ദിയുടെ കഴുത്തിൽ 3 കുത്തും വയറിന് ചുറ്റുമായി 4 കുത്തും ഏറ്റിരുന്നു എന്നാണ് റിപ്പോർട്ട്. US പൗരത്വമുള്ള ലെബനീസ് വംശജനാണ് അക്രമിയെന്നാണ് റിപ്പോർട്ടുകൾ. കുത്തേറ്റ റുഷ്ദി പെൻസിൽവാനിയ ആശുപത്രിയിൽ 17 ദിവസവും ന്യൂയോർക്കിലെ പുനരധിവാസ കേന്ദ്രത്തിൽ 3 ആഴ്ചയിലേറെ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. മിഡ്നൈറ്റ് ചിൽഡ്രൻ, ദ മൂർസ്, ലാസ്റ്റ് സൈ, വിക്ടറി സിറ്റി എന്നീ കൃതികളുടെ കർത്താവായ റുഷ്ദി തന്റെ സുഖം പ്രാപിക്കലിനെക്കുറിച്ച് 2024 ഓർമ്മക്കുറിപ്പ് നൈഫിൽ വിശദീകരിച്ചിരുന്നു. മദാർ ഇനി ഭീകരവാദ കുറ്റവുമായി ബന്ധപ്പെട്ട ഫെഡറൽ വിചാരണ നേരിടണം. പ്രാഥമിക വിചാരണ കത്തിക്കുത്തിനെ ആധാരമാക്കിയപ്പോൾ അടുത്തത് വധശ്രമത്തിന്റെ പ്രേരണാശക്തിയിലേക്ക് ആഴ്ന്നിറങ്ങിയ സങ്കീർണമായ വിചാരണയാണ്. ഇന്ത്യൻ വംശജനായ അഹമ്മദ് സൽമാൻ റുഷ്ദിയുടെ ജനനം മുംബൈയിൽ 1947 ജൂൺ 19-നായിരുന്നു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ തന്റെ പുസ്തകങ്ങളിലൂടെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എഴുത്തുകാരനായി മാറാൻ റുഷ്ദിക്ക് സാധിച്ചിരുന്നു. 1975-ലാണ് സൽമാൻ റുഷ്ദിയുടെ ആദ്യ നോവൽ പുറത്തിറങ്ങുന്നത്. സയൻസ് ഫിക്ഷൻ നോവലായ ഗ്രിമസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ. സാത്താനിക് വേഴ്സസ് എന്ന വിവാദ പുസ്തകമാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കിയത്. ലോകവ്യാപകമായി റുഷ്ദിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയതും അദ്ദേഹത്തിന്റെ 4ാമത്തെ പുസ്തകമായ ദി സാത്താനിക് വേഴ്സിലൂടെയാണ്. 1988-ലാണ് ദി സാത്താനിക് വേഴ്സസ് പ്രസിദ്ധീകരിച്ചത്. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ ഇസ്ലാം മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ആഗോളതലത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. 1988-ആണ് റുഷ്ദിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പ്രവാചകൻ മുഹമ്മദ് നബിയെ മുൻനിർത്തി എഴുതിയ സാത്താനിക് വേഴ്സസ് എന്ന നോവൽ നിരൂപക പ്രശംസ നേടിയിരുന്നു. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പുസ്തകം നിരോധിക്കപ്പെട്ടു. മതനിന്ദപരമായ പരാമർശങ്ങളുണ്ടെന്നായിരുന്നു ആരോപണം. ലോകത്താദ്യമായി പക്ഷേ റുഷ്ദിയുടെ പുസ്തകത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഇന്ത്യ ആയിരുന്നു. അടുത്ത കാലത്താണ് ഇന്ത്യയിൽ വിലക്ക് മാറ്റിയത്. 1989 ഫെബ്രുവരി 14 റുഷ്ദിയെ വധിക്കാൻ ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള ഖൊമേനി ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. പ്രവാചക നിന്ദ നടത്തിയെന്ന് ആരോപിച്ച് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവും വിൽപ്പനയും ഇറാൻ ഭരണകൂടം വിലക്കിയിരുന്നു. 1981 പുറത്തുവന്ന മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്ന നോവലിലൂടെയാണ് സൽമാൻ റുഷ്ദി വിശ്വപ്രസിദ്ധിയിലേക്ക് എത്തിയത്. ഈ പുസ്തകത്തിന് ബുക്കർ പുരസ്കാരം ലഭിച്ചിരുന്നു. റുഷ്ദിയെ വധിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. വധഭീഷണികൾ സജീവമായതോടെ റുഷ്ദി 9 വർഷങ്ങളോളം ബ്രിട്ടനിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. അവിടെ റുഷ്ദിക്ക് ബ്രിട്ടീഷ് സർക്കാർ സുരക്ഷയൊരുക്കിയിരുന്നു. സ്വന്തം മേൽവിലാസം വെളിപ്പെടുത്താനാകാതെ മറ്റൊരു പേരിലായിരുന്നു അവിടെ ജീവിച്ചത്. പിന്നീട് 2016 റുഷ്ദി US പൗരത്വം സ്വീകരിച്ചിരുന്നു. ഏറെക്കാലം പോലീസ് സുരക്ഷയിലായിരുന്നു റുഷ്ദി കഴിഞ്ഞത്. പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം 2004 ഇറാൻ ഫത്വ പിൻവലിച്ചതോടെയാണ് പൊതുവേദികളിൽ സജീവമായി തുടങ്ങിയത്.